എല്ലാവർക്കും നല്ലൊരു കൈയ്യടി കൊടുക്കാം. ചെറിയ പരിശീലനം പോരാ കേട്ടോ, ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും എടുക്കുന്ന പരിശീലനത്തിലൂടെയാണ് നമ്മുടെ ഈ കൊച്ചു കൂട്ടുകാർ ഈ തീപ്പന്തത്തിന്റെ കളി ഇവിടെ കളിക്കുന്നത്. ഈ പ്രായത്തിൽ ഇവർ ഇങ്ങനെയൊക്കെയുള്ള അഭ്യാസ പ്രകടനം നടത്തുമ്പോൾ കുറച്ചുകൂടി വളർന്നാൽ ഇവർ ഇവിടെ എത്തും. അന്താരാഷ്ട്ര തലത്തിൽ പോലും കളരിയെ ശരിക്കും പ്രചാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ ഈ കൊച്ചു കൂട്ടുകാർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നാഗേശ്വരന്റെ മകൻ ശിവജിത്ത് സ്റ്റേറ്റ് തലത്തിലുള്ള അഭ്യാസിയാണ്. സ്വന്തം മകന് കളരി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുഴിക്കളരി സ്വന്തം വീട്ടിൽ തുടങ്ങിയ മനുഷ്യനാണ് രാകേശ്വരൻ. കഴിഞ്ഞ 5 വർഷത്തിന് മുന്നേ ജെയിംസ് MLA PA ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സർക്കാർ സർവീസിന് അവധി എടുത്തിട്ട് സത്യം പറഞ്ഞാലും മിഞ്ഞാന്ന് കാക്കനാട് കളരി അക്കാദമി ശ്രീജയൻ ഗുരുക്കളുടെ കളരി എനിക്ക് കാണാൻ പറ്റിയില്ല. ജഗദീഷ് സാറിന് തിരിച്ചു യാത്രയാക്കുന്നതിനാൽ. അപ്പൊ നമ്മൾ ഈ വഴിതെറ്റുന്ന കുട്ടികളെ നമ്മൾ ചെറുപ്പകാലത്തെ പിടികൂടുക എന്നുള്ളതാണ്. ഈ മക്കളെ നിങ്ങൾ ഏത് രാജ്യത്ത് വിട്ടാലും അവർക്കൊരു ലക്ഷ്യബോധം ഉണ്ടാവും. അതാണ് സൂണിന്റെ സ്വപ്നം. ഊരകത്തിന്റെ ഭാഗമായിട്ട് ഊരകം കളരി അക്കാദമി മലപ്പട്ടം എന്ന് തുടങ്ങാൻ അതേ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ കളിയുടെ പുതിയ രൂപങ്ങളുമാണ് രംഗത്തിറങ്ങുകയാണ്. ഇവിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ഒരു 10 സെന്റ് സ്ഥലം ലഭിക്കുകയാണെങ്കിൽ ഒരു ലാഭേച്ഛയുമില്ലാതെ അവിടെ ഒരു കളരി അക്കാദമി തുടങ്ങാൻ വേണ്ടി പ്രവീൺ തയ്യാറാകുന്നത്. നവോദയ ചുള്ളിയാണ് അവതരിപ്പിക്കുന്ന ഒപ്പനയാണ് ഇനി വേദിയിൽ അരങ്ങേറേണ്ടത്. പന്തംകുളത്തുള്ള അഭ്യാസ പ്രകടനങ്ങൾ തുടരുകയാണ്. കൈവച്ച് മാറുന്നു. കൊച്ചമിടക്കന്മാർ പന്തംകുളത്തിലുള്ള പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റുവട്ടം നിൽക്കുന്നവർ ജാഗ്രതയോടെ നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നാടിന്റെ നാനാഭാഗങ്ങളിലും പുതുവത്സരാഘോഷങ്ങൾ പൊടിക്കുമ്പോൾ ഒരു നാട് ഒന്നടങ്കം ഈ പുഴക്കരയിലേക്ക് ഒഴുകിയെത്തിയിരിക്കുകയാണ്. നല്ല സത്യം പറഞ്ഞാൽ വല്ലാത്ത സന്തോഷം തോന്നുന്നു, വലിയ സന്തോഷം തോന്നുന്നു. കാരണം ഇത്രയേറെ ജനങ്ങൾ, കാരണം നാട്ടിൽ നമുക്ക് നഗരത്തിൽ വലിയ ആഘോഷങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ മലപ്പുറം ഫെസ്റ്റിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഇത്രയേറെ ആവേശത്തോടു കൂടി ഒത്തുചേർന്നത് തുടർച്ചയായ 3 ദിവസങ്ങൾ തീർച്ചയായും. കാരണം നമുക്ക് ഇവരെ അഭിനന്ദിച്ചേ പറ്റൂ. കാരണം നാടിന്റെ ഉത്സവം എങ്ങനെ കെങ്കേമമാക്കാമെന്ന് ഇവർ നമുക്ക് കാണിച്ചു തരിക. നാട്ടരങ്ങിലെ നാട്ടുത്സവം തീർച്ചയായും എന്ത് പറയണമെന്നറിയില്ല. അത്രയേറെ മനോഹരമായ, അത്രയേറെ വലിയ പിന്തുണയാണ് ഓരോ നാട്ടുകാരും ഈ പരിപാടിക്ക് നൽകിയിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പ്രവീണിന് ഈ നാട് നൽകിയ ആദരവ്. എന്റെ ഒരു പേടി എന്താണെന്ന് വെച്ചാൽ ഈ പ്രവീണെല്ലാം പെട്ടെന്ന് തീരുമാനം എടുക്കുന്ന സൂം ആണല്ലോ. അതെ, ഇത്രയും ആളുകളൊക്കെ ഉണ്ട്, ഇത്രയും ആസ്വാദകരുണ്ട് എന്ന് വേണ്ടിയിട്ട് നമ്മൾക്കിത് ഒരാഴ്ച കൂടി നീട്ടിയാലോ എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കും. കടല് മാറ്റിക്കൊണ്ടുള്ള പരിപാടിയാണ് അടുത്തത്. കാരണം ഇതുവരെ പന്തംകുളത്തുള്ള പരിപാടിയാണ് നമ്മൾ കണ്ടത്. ഇനി കനത്തരികൾ ബാധിക്കുക. ഒരു കൈയടി പ്ലീസ്. നയനാനന്ദകരമായ കാഴ്ച. ഒരു വിഷ്വൽ ട്രീറ്റ് ആണിത് ഈ കളരിപ്പായിട്ട് പ്രദർശനം. ഒരിക്കലും കളരി അഭ്യാസത്തിന്റെ ആരും പ്രതീക്ഷിക്കാതെ പ്രത്യേക ഇനം സമ്മാനിച്ചതിന് ഒരുപാട് നന്ദി. മലപ്പുറം ഫെസ്റ്റിന്റെ എന്നും ഓർക്കാൻ പറ്റുന്ന വളരെ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ആനന്ദമായി ലൈവ് ഫേസ്ബുക്കിൽ ലൈവായി വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
ലോകത്ത് എവിടെയുള്ളവർക്കും ഇതിപ്പോൾ കാണാം. മലപ്പട്ടത്തിന്റെ ഈ പുഴയോരത്ത് ഊരകം വില്ലേജ് റിട്രീറ്റിലെ ഈ വർണ്ണക്കാഴ്ച. ആകാശത്ത് വർണ്ണവിസ്മയങ്ങൾ തീർത്തുകൊണ്ടുള്ള വ്യോമ ഷോയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി ഇവിടെ ആയോധന കലയുടെ തമ്പ്രാക്കന്മാർ, കൊച്ചുമിടുക്കന്മാർ